സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരു കൈ നോക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പരീക്ഷയെ സാമാന്യമായിട്ട് പരിചയപ്പെടണം. അങ്ങനെ ഈ പരീക്ഷ ഒന്ന് ജനറലായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം നയിക്കാൻ പറ്റുന്ന സമർത്ഥരായ ചെറുപ്പക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വർഷാവർഷം നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ബിരുദം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. മിനിമം 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ഇനി നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റിൽ മാറ്റം വരും. ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 വയസ്സായിരിക്കും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന പ്രായം പരീക്ഷ എഴുതാനുള്ളത്. അതോടൊപ്പം തന്നെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ എഴുതാം. അതോടൊപ്പം തന്നെ SC ST കാറ്റഗറിക്ക് 37 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. ജനറൽ കാറ്റഗറിക്ക് 6 തവണ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 9 തവണ അറ്റംപ്റ്റ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉള്ളത് എക്കണോമിക്കലി വീക്കർ സെഷൻസിനാണ്. 10% റിസർവേഷനുണ്ട്. എന്നാൽ അവർക്ക് ഏജ് ലിമിറ്റിലോ അറ്റൻഡ് ലിമിറ്റിലോ യാതൊരു വ്യത്യാസവുമില്ല. ജനറൽ കാറ്റഗറിയുടെ തന്നെയായിട്ടുള്ള ഏജ് ലിമിറ്റും അറ്റൻഡ് ലിമിറ്റുമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. 2-3 ചില ന്യൂവാൻസിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സിവിൽ സർവീസ് പരീക്ഷ ഗ്രാജുവേഷന് ശേഷം അതേ വർഷം തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങൾക്ക് ഏത് വർഷമാണോ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ആ വർഷം ഓഗസ്റ്റ് 1-ാം തീയതി നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എഴുതാൻ പോകുന്ന സമയം, ആ വർഷത്തിൽ മെയിൻസ് എഴുതാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഗ്രാജുവേഷൻ പാസ്സായിട്ടുണ്ടാവണം. അപ്പോൾ പല കുട്ടികളും ഗ്രാജുവേഷന് ശേഷം സിവിൽ സർവീസിന് തയ്യാറെടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ആദ്യം അന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആ വർഷം തന്നെ എഴുതണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 21 വയസ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ജൂൺ എൻഡോടുകൂടി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമോ? ഈ 2 കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ പരീക്ഷ ആദ്യത്തെ അറ്റംപ്റ്റിൽ കൊടുക്കണോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പർ ഏജ് ലിമിറ്റിനും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 സാധാരണ UPSC നോട്ടിഫിക്കേഷനിൽ പറയാറുള്ളത്. അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ വർഷം ഓഗസ്റ്റ് 1-ാം തീയതി നിങ്ങൾക്ക് 32 വയസ്സ് തികയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ അറ്റംപ്റ്റിനെ കുറിച്ചിട്ടാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് ഒരു അറ്റംപ്റ്റ് ആയിട്ട് അത് കണക്ക് കൂട്ടത്തില്ല. മറിച്ച് സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെൻറ്ററിൽ എത്തിയെങ്കിൽ മാത്രമേ അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും പരീക്ഷ എഴുതാതിരിക്കാറുണ്ട്. ആ അറ്റംപ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ്. പ്രധാനമായിട്ടും ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം, 21 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ജനറൽ കാറ്റഗറിയാണ് 32 വയസ്സിൽ കൂടാനും പാടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അറ്റംപ്റ്റിനെ കുറിച്ചിട്ടാണ്. 6 അറ്റംപ്റ്റുകളാണ് ജനറൽ കാറ്റഗറിക്കുള്ളത്. ആ 6 അറ്റംപ്റ്റുകൾ പ്രിലിംസ് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അതൊരു അറ്റംപ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചിട്ടാണ്. 3 സ്റ്റേജുകളാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിമിനറി, രണ്ടാമത്തെ സ്റ്റേജ് മെയിൻസ്, മൂന്നാമത്തെ സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒന്നാമത്തെ സ്റ്റേജ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്. രണ്ടാമത്തെ സ്റ്റേജ് എഴുത്ത് പരീക്ഷയാണ്. മൂന്നാമത്തേത് ഒരു കോൺവെർസേഷണൽ മോഡിലുള്ള എക്സാമാണ്. ഈ ഓരോ സ്റ്റേജിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പരിചയപ്പെടും. ഈ വീഡിയോയിൽ ജനറിക് സെൻസിൽ നിങ്ങൾ ഈ പരീക്ഷയുടെ സ്റ്റേജുകളെ മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റേജിലെ പ്രിലിമിനറി എക്സാമിന് 2 പേപ്പറുകളാണുള്ളത്. രണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് പേപ്പറുകളാണ്. 2 പേപ്പറിൻ്റെയും മാക്സിമം മാർക്ക് 200 ആണ്. 2 പേപ്പറിനും നെഗറ്റീവ് മാർക്കിനും ഉണ്ട്. ആദ്യത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പറാണ്. ഈ ജനറൽ സ്റ്റഡീസിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സാമാന്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അറിയേണ്ടുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ചോദിക്കുക. അതിൽ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 3 സബ്ജക്റ്റുകൾ എക്കോണമി, എൻവയോൺമെൻറ്റ്, പൊളിറ്റി എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകളാണ്. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, വേൾഡ് അഫെയർസ്, അഗ്രികൾച്ചർ തുടങ്ങിയ ബഹുവിധമായിട്ടുള്ള സബ്ജക്റ്റുകളും ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഈ പ്രിലിംസ് പേപ്പറിന് ജനറൽ സ്റ്റഡീസ് പേപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ പേപ്പർ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു പേപ്പറാണ്.
ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് ഇതിൽ കിട്ടിയാൽ മതിയാവും. അതായത് 200 മാർക്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് 66, അതായത് 1/3 മാർക്ക് മാത്രമേ നിങ്ങൾ നേടേണ്ടതുള്ളൂ. ഒന്നാമത്തെ പേപ്പർ 100 ചോദ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 80 ചോദ്യങ്ങളിലാണ് നടത്തുന്നത്. ഓരോ ശരിയുത്തരത്തിന് 2.5 മാർക്സ് ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. തെറ്റുത്തരത്തിന് 0.83 മാർക്ക് കുറയുകയും ചെയ്യും. ഫസ്റ്റ് പേപ്പറിൽ 2 മാർക്കാണ് ശരിയുത്തരത്തിനുള്ളത്. തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 1/3, അതായത് -0.66 മാർക്സ് നിങ്ങൾക്ക് കുറയുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് പാറ്റേൺ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വീണ്ടും വരാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 80 ചോദ്യങ്ങൾ. 80 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. 10th ലെവൽ മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ റീസണിങ്ങും ഉണ്ട്. അതിനുശേഷം കോംപ്രഹെൻഷനും ഉണ്ട്. ഈ കോംപ്രഹെൻഷൻ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വ്യത്യസ്തമാണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ആ പാസേജിൽ നിന്നുള്ള ഡയറക്റ്റായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ UPSCയുടെ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അനലറ്റിക്കലായിട്ട് ആ പാസേജിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതൊരു ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ഏരിയ അല്ല, മറിച്ചൊരു അനലറ്റിക്കലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് CSAT പേപ്പറിൻ്റെ കോംപ്രഹെൻഷൻ ഭാഗത്ത് ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ 3 സബ്ജക്റ്റുകൾ ഉള്ളടങ്ങുന്നതാണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കുറച്ച് കാര്യങ്ങളൂടെ ഈ പ്രിലിമിനറി സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കുറച്ച് കാലങ്ങളായിട്ട് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി സ്റ്റേജ് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കട്ടി കൂടുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കുറച്ച് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഒരു കൃത്യമായ കണക്കുകളില്ലെങ്കിൽ പോലും 5-ൽ ഒരാളെങ്കിലും സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പരാജയപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, സിവിൽ സർവീസിൻ്റെ ഫസ്റ്റ് പേപ്പർ, അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ, അതും UPSC ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് പേപ്പറിൽ പൊതുവിൽ ഒരു കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളുണ്ട്. ചിലപ്പം ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളുടെ ആപ്ലിക്കേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള ഓപ്ഷനുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലത്ത് 2023 പ്രിലിമിനറി പേപ്പർ UPSC ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷാവർഷങ്ങളിൽ സിവിൽ സർവീസ് പരീക്ഷ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് താന്നുകൊണ്ടിരിക്കുകയാണ്. 2016 116 മാർക്ക്, 200-ൽ 116 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് സിവിൽ സർവീസിൻ്റെ ഫസ്റ്റ് പേപ്പർ. സെക്കൻഡ് പേപ്പർ എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് പേപ്പറിൻ്റെ മാർക്കിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് കുട്ടികൾ മെയിൻ സ്റ്റേജിലേക്ക്, അതായത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യാം. ഈ കട്ട് ഓഫ് മാർക്ക് വർഷാവർഷം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. 116 മാർക്ക് 2016 ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷയിൽ കട്ട് ഓഫ് ഏകദേശം വരിക 82 മാർക്കിനോ 85 മാർക്കിനോ ഇടയ്ക്കാണ് എന്നാണ് കരുതപ്പെടുന്നത്. ആ രീതിയിൽ ഓരോ വർഷത്തെയും കട്ട് ഓഫ് കുറഞ്ഞു വരുന്നു. പരീക്ഷയുടെ ടഫ്നെസ് കൂടുന്നതിൻ്റെ ഭാഗമാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ച് സംസാരിക്കാം. സിവിൽ സർവീസ് മെയിൻസ് എക്സാമാണ്. എഴുത്ത് പരീക്ഷയാണ് പൂർണ്ണമായിട്ടും ഈ സ്റ്റേജ്. 9 പേപ്പറുകളാണ് ഇതിലുള്ളത്. ഇതിൽ 2 പേപ്പറുകൾ ക്വാളിഫയിങ് പേപ്പറാണ്. ആ 2 പേപ്പറും ലാംഗ്വേജ് പേപ്പറാണ്. ഒന്ന് ഇംഗ്ലീഷാണ്, 2 ഒരു റീജിയണൽ ലാംഗ്വേജാണ്. റീജിയണൽ ലാംഗ്വേജ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. മലയാളികൾ പൊതുവിൽ മലയാളം തിരഞ്ഞെടുക്കുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ പരീക്ഷ പാസ്സാകാം. ഏകദേശം 75 മാർക്ക് 300-ൽ ഈ പേപ്പറിന് മേടിച്ചാൽ മതിയാവും. പിന്നീടുള്ളത് 7 പേപ്പറുകളാണ്. ഈ 7 പേപ്പറിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്കിലും ഒരു സാമാന്യമായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് അതിൽ ഒന്നാമത്തെ പേപ്പർ എസ്എ ടെസ്റ്റാണ്. 2, 3, 4, 5 ടെസ്റ്റുകൾ ജനറൽ സ്റ്റഡീസ് പേപ്പറുകളാണ്. പിന്നീട് UPSC ഏതാണ്ട് 47 ഓപ്ഷണൽ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾ പിക്ക് ചെയ്യണം. ആ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ 2 പേപ്പറുകൾ കൂടി സിവിൽ സർവീസ് മെയിൻസ് എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരൊറ്റ ഓപ്ഷണൽ സബ്ജക്റ്റിന് തന്നെ 2 പേപ്പറായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് സോഷ്യോളജിക്കൽ തിയറി ഒന്നാമത്തെ പേപ്പറായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചായിരിക്കും രണ്ടാമത്തെ പേപ്പർ ഉണ്ടാവുക. അങ്ങനെ ഏത് സബ്ജക്റ്റ് എടുക്കുന്നു അതിനെ രണ്ടായിട്ട് മുറിച്ച് അത് ചില സബ്ജക്റ്റിൻ്റെ ചില സിലബസിൻ്റെ ചില ഏരിയാസ് ഒന്നാമത്തെ പേപ്പറിലും പിന്നീടുള്ളത് രണ്ടാമത്തെ പേപ്പറിലുമായിട്ടാണ് UPSC ക്രമീകരിച്ചിരിക്കുന്നത്. മാർക്കിനെ ബേസ് ചെയ്യുന്ന ഈ 7 പേപ്പറുകൾ 250-ലാണ് UPSC ചോദിക്കുന്നത്.
പൂർണ്ണമായിട്ടും ഷോർട്ട് എസ്സേ ടൈപ്പാണ് ജനറൽ സ്റ്റഡീസും ഓപ്ഷണൽ പേപ്പറും വരിക. പിന്നെ ഞാനൊരു എസ്സേ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് ലോങ് എസ്സേ ആണ്. അതായത് 3 മണിക്കൂറിൽ 2 എസ്സേ ആണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷേ ജനറൽ സ്റ്റഡീസിലും ഓപ്ഷനിലേക്കും വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 20 ചോദ്യം നിങ്ങൾക്ക് 3 മണിക്കൂറിൽ ആൻസർ ചെയ്യേണ്ടി വരും. അതായത് ഓരോ ചോദ്യവും 2 പുറത്തിലോ 3 പുറത്തിലോ ആണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള കഴിവ്, ടൈം മാനേജ്മെൻറ്റിനുള്ള സ്കിൽസ്, ഇതൊക്കെ വളരെ നിർണായകമാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള മെയിൻസ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഇൻ്റർവ്യൂ എന്നും അതിനെ വിളിക്കാറുണ്ട്. മെയിൻസ് എക്സാം പാസ്സായി കഴിയുന്ന ആളുകൾ ഡൽഹിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത, ഒരു കോൺവെർസേഷണൽ മോഡിലുള്ള ഒരു പരീക്ഷയാണ്. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് ഒരു ഇൻ്റർവ്യൂ. UPSC ബോർഡ് മെമ്പർ അടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡായിരിക്കും നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. 5-6 പേരോ ആണ് യൂഷ്വലി ഒരു UPSC ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുക. അവർ നിങ്ങളോട് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരിക. പ്രധാനമായിട്ടും നിങ്ങൾ വരുന്ന സ്ഥലം, അതായത് നിങ്ങളുടെ സ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ്, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഏറെക്കുറെ കൂടുതൽ ചോദ്യങ്ങളും വരിക. അതോടൊപ്പം തന്നെ ചുറ്റും നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും ജനറൽ അവയർനെസ് ഉണ്ടോ എന്നതിനെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ അറിവ് പരിശോധിക്കുക എന്നതിനേക്കാളും നിങ്ങൾക്ക് എത്രമാത്രം വസ്തുനിഷ്ഠമായിട്ടും സമചിത്തതയോടുകൂടിയും കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൽ അവർ പ്രത്യേക മാർക്കിന് പരിഗണിക്കുന്ന കാര്യം. ഈ രീതിയിലാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു ഘടന. ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിമിനറി, അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്. രണ്ടാമത്തേത് മെയിൻസ്, അതൊരു റിട്ടൺ എക്സാമാണ്. മൂന്നാമത്തേത് ഇൻ്റർവ്യൂ, അതൊരു കോൺവെർസേഷണൽ കൈൻഡ് ഓഫ് എക്സാമാണ്. അപ്പം ഈ 3 സ്റ്റേജിൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലേതെങ്കിലും ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പരാജയപ്പെടുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തു, രണ്ടാമത്തെ സ്റ്റേജിൽ മെയിൻസ് ക്ലിയർ ചെയ്തു, മൂന്നാമത്തെ സ്റ്റേജിൽ ഇൻ്റർവ്യൂവിനെത്തി. ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത വർഷം പ്രിലിംസിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ ഒരു പരീക്ഷാ സ്ട്രക്ചർ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷയെ വളരെ കോമ്പറ്റേറ്റീവ് ആക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ CA ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർ കഴിയുന്നു, അതിനടുത്ത ശേഷം ഫൈനൽ പോകുന്നു. അപ്പം നിങ്ങൾക്ക് എഴുതി കിട്ടാത്ത പേപ്പറുകൾ മാത്രം നിങ്ങൾ പിന്നീട് വന്ന് എഴുതിയാൽ മതിയാവും. ആ ഒരു ഫെസിലിറ്റി സിവിൽ സർവീസ് എക്സാമിനില്ല. നിങ്ങൾ മെയിൻസ് എക്സാമിന് പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും പ്രിലിംസിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ രീതിയിലാണ് പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ സ്റ്റേജുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് സിവിൽ സർവീസ് എക്സാമിനെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ച് പരിശോധിക്കാം. ഏകദേശം 11 ലക്ഷത്തോളം പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ 11 ലക്ഷം പേരിൽ ഏകദേശം 4.5 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെ ആളുകൾ പരീക്ഷ എഴുതുന്നതായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം 50% പേരെ പരീക്ഷ വന്ന് എഴുതുള്ളൂ. അപ്ലൈ ചെയ്യുന്ന എല്ലാവരും വന്ന് പരീക്ഷ എഴുതാറില്ല. ഇങ്ങനെ എഴുതുന്ന ഒരു 4.5 ലക്ഷം 5 ലക്ഷം പേരിൽ നിന്ന് പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവരുടെ എണ്ണം ഏകദേശം 1300 തൊട്ട് 1600 വരെയാണ്. ഈ കണക്ക് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വർഷം എത്രമാത്രം വേക്കൻസീസ് നോട്ടിഫൈ ചെയ്യുന്നുണ്ടോ അതിൻ്റെ 12 മുതൽ 13 മടങ്ങ് വരെ ആളുകളെയാണ് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി UPSC അനുവദിക്കുന്നത്. അങ്ങനെ ഏകദേശം 1000 വേക്കൻസീസൊക്കെ ആയിരിക്കും ഒരു വർഷം ഏകദേശം പരീക്ഷയ്ക്കുണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മെയിൻസിന് ഏകദേശം ഒരു 12,000 മുതൽ 15,000 വരെയുള്ള ആളുകൾ മെയിൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യും. ഇങ്ങനെ 13 തൊട്ട് 15,000 വരെയുള്ള ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ നിന്ന് 2,500ഓളം പേരാണ് ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്യുക. അങ്ങനെ ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്ന് മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുക. ഇതിൽ ഇൻ്റർവ്യൂവിന് 275 മാർക്കാണ്, മെയിൻസിനാവട്ടെ 1750 മാർക്കും. അപ്പോൾ 1750 പ്ലസ് 275, അങ്ങനെ 2025 എന്ന് പറയുന്ന ടോട്ടൽ മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ മുൻഗണനാ ക്രമത്തിലാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുക. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ 5-ൽ 2 പേരാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് ഒന്ന് നോക്കുക. 10 ലക്ഷത്തോളം പേര് അപ്ലൈ ചെയ്യുന്നു, 5 ലക്ഷത്തോളം പേര് വന്ന് എഴുതുന്നു. ആ 5 ലക്ഷത്തിൽ നിന്ന് 15,000 പേരെ മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കുന്നു. ആ 15,000-ൽ നിന്ന് വീണ്ടും ഇൻ്റർവ്യൂവിലേക്ക് 2,500 പേരെ ക്വാളിഫൈ ചെയ്യിക്കുന്നു. ഈ 2,500 എന്ന് ഫൈനലി 1,000-ഓ 1,100 പേരെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു. അവിടെയും തീരുന്നില്ല. ഈ 1000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ 80-90 റാങ്കിൽ വന്നെങ്കിൽ മാത്രമേ IAS
ഇന്ത്യൻ ഫോറിൻ സർവീസ് തുടങ്ങിയിട്ടുള്ള സർവീസുകൾ കിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ IPS നിങ്ങൾക്കൊരു 250 റാങ്ക് വരെ കിട്ടും. ജനറൽ കാറ്റഗറിയുടെ കണക്കാണ്. റിസർവേഷൻ അനുസരിച്ചിട്ട് താഴോട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾക്കും നല്ല നല്ല സർവീസുകൾ കിട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഓരോ സമയത്തും വളരെ വ്യക്തമായിട്ടുള്ള സ്ക്രീനിങ് ഉണ്ട്, അതിന് ശരിയായൊരു കണക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം ടഫ്നെസ്, എത്രമാത്രം കോമ്പറ്റീഷൻ സിവിൽ സർവീസിനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ ഇതിൽ നമ്മൾ ആരും പറഞ്ഞു പോകാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇതിൽ 50% പേരും ഒട്ടും സീരിയസ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 25% പേര് മാത്രമേ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇരുന്ന് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുള്ളൂ. അതിൽ തന്നെ പലർക്കും ഒരു ഡിസിപ്ലിനോ റെഗുലാരിറ്റിയോ ഉണ്ടാവില്ല. ശരിക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളുകളുടെ 10% മാത്രമേ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ശരിക്കും ഈ പറയുന്ന കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് എന്ന് കണക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഉള്ളിലുള്ള കോമ്പറ്റീഷൻ അത് വളരെ ചെറുതാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ പരീക്ഷയുടെ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിനെ കുറിച്ച് നിങ്ങൾ സാമാന്യമായി മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പരീക്ഷയുടെ ഷെഡ്യൂളിനെ കുറിച്ചും വ്യത്യസ്തമായ വെന്യൂസിനെ കുറിച്ചിട്ടും എക്സാം വെന്യൂസിനെ കുറിച്ചും നമുക്ക് പരിചയപ്പെടാം. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ സാധാരണ വരുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും. ഒരു മാസത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസില്ല. ഏകദേശം മാർച്ചോട് കൂടി അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യും. അതിനുശേഷം പരീക്ഷ വരുന്നത് മെയ് അവസാനത്തെ ആഴ്ചയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ജൂൺ ആദ്യത്തെ ആഴ്ചയും പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ്, ജൂണിലെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. അതിനുശേഷം 3 മാസത്തോളം സമയം നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടും. ഈ പറയുന്ന മെയിൻസ് എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. ഈ സെപ്റ്റംബറിൽ 5 ദിവസങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. യൂഷ്വലി വീക്കെൻഡ്സിലാണ് പരീക്ഷ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങും. അത് essay പേപ്പറിലായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പറായിരിക്കും ശനിയാഴ്ച ഉണ്ടാവുക. ഞായറാഴ്ചയും ജനറൽ സ്റ്റഡീസിൻ്റെ 2 പേപ്പറുകൾ. അതിനുശേഷം ബ്രേക്കാണ്, 5 ദിവസത്തെ ബ്രേക്ക് ഉണ്ടാവും. അതിനുശേഷം അടുത്ത വീക്കെൻഡിൽ ആദ്യ സാറ്റർഡേ വരുന്നതിൽ ക്വാളിഫയിങ് പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് വരുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ പേപ്പർ. ഇങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെയിൻസ് ഒരു എഴുത്തു പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ചധികം സമയമെടുക്കും. ഉദാഹരണത്തിന് ഏകദേശം ഒരു 2 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം സമയം റിസൾട്ട് വരാൻ വേണ്ടി എടുക്കും. ഏകദേശം ഡിസംബർ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ജാനുവരി തൊട്ട് സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഡൽഹിയിൽ തുടങ്ങും. ഒരു ദിവസം 50 മുതൽ 60 വരെ ഇൻ്റർവ്യൂസ് ഡൽഹിയിൽ നടക്കും. അങ്ങനെ 2500 പേരെ കവർ ചെയ്യാൻ വേണ്ടി UPSC ഏകദേശം 3 മാസത്തോളം എടുക്കും. അങ്ങനെ 3 മാസം നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ പ്രോസസ്സാണ് ഏപ്രിൽ പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് ആദ്യത്തോടുകൂടി സിവിൽ സർവീസ് ഇൻ്റർവ്യൂ പ്രോസസ്സ് കൺക്ലൂഡ് ചെയ്യും. അങ്ങനെ അവസാനം മെയ് ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കിലോ ഒക്കെ ആയിട്ട് ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ഇൻ എൻറ്റയറിറ്റി ഒരു 1 ഇയർ കംപ്ലീറ്റ് പ്രോസസ്സാണ്. ഫെബ്രുവരി തൊട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന അന്ന് തൊട്ട് മെയിൻസ് ഫൈനൽ റിസൾട്ട് വരുന്ന ഏപ്രിൽ മെയ് മാസം വരെ 1 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ള കൃത്യമായ ധാരണ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സിനെ കുറിച്ചും പറയാം. കേരളത്തിൽ പ്രിലിമിനറി എക്സാമിന് 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. അതിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. ഇനി മെയിൻസ് എക്സാമിന് ഒരൊറ്റ സെൻറ്ററേ ഉള്ളൂ. ഒരൊറ്റ സ്കൂളോ കോളേജിലോ ആയിരിക്കും പരീക്ഷ നടത്തുക. അത് തിരുവനന്തപുരത്തായിരിക്കും അത് നടത്തുക. ഇൻ്റർവ്യൂവിന് ഇന്ത്യയിൽ മൊത്തം ആകെപ്പാടെ ഒരു സ്ഥലമേ ഉള്ളൂ. അത് UPSC ഭവനാണ്. അത് ഡൽഹിയിലാണ്. ഈ രീതിയിലാണ് എക്സാം സെൻറ്റേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള സെൻറ്ററും എഴുതുന്നത് ഏത് മീഡിയത്തിലാണെന്നും നമുക്ക് പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രിലിമിനറിക്ക് സെലക്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ ആവണമെന്നില്ല മെയിൻസിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ചോയ്സ് നമുക്ക് ഡിഫറൻസസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ സിവിൽ സർവീസ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ട്. ഈ പരീക്ഷയുടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 പരീക്ഷകളിൽ മെയിൻസ് എക്സാമും ഇൻ്റർവ്യൂവും നിങ്ങൾക്ക് മലയാളത്തിൽ അപ്പിയർ ചെയ്യാം എന്നുള്ളതാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ UPSC 2 ലാംഗ്വേജിൽ മാത്രമേ പുറത്തിറക്കുള്ളൂ. അത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. മലയാളത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസിലേക്ക് എഴുത്ത് പരീക്ഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുക്കാം. എന്നാൽ കേരളത്തിൽ
ഏകദേശം ഒരു 400ഓളം പേരാണ് എല്ലാ കൊല്ലവും മെയിൻസ് എക്സാം എഴുതുന്നത്. ഈ 400 പേരിൽ ഏകദേശം 10-15 പേര് മാത്രമേ മലയാളം മീഡിയമായി എടുത്തിട്ട് മെയിൻസ് കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. കൂടുതൽ പേരും ഇംഗ്ലീഷ് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതിയിട്ട് വലിയ റാങ്കുകൾ കിട്ടിയത് അടുത്ത കാലത്ത് നമുക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ ആവണം കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്നത്. കൂടാതെ ബുക്കുകളും അതുപോലെയുള്ള റിസോഴ്സസും ക്ലാസ്സുകളും എല്ലാം ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാവണം മലയാളികൾ കൂടുതലും ഏതാണ്ട് 95%-ലേറെ മലയാളികൾ ഇംഗ്ലീഷിൽ തന്നെയാണ് മെയിൻസ് എക്സാം അപ്പിയർ ചെയ്യുന്നത്. UPSCയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ 1-2 കാൻഡിഡേറ്റ്സ് മാത്രമേ എല്ലാ കൊല്ലവും മലയാളത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കാറുള്ളൂ. ഇങ്ങനെ മലയാളത്തിൽ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ലേറ്ററെ കിട്ടും. രാജ്യസഭയിലും പാർലമെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആയിരിക്കും UPSCയുടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് വരിക. അങ്ങനെ മലയാളത്തിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതും വളരെ സാധാരണമല്ല. വളരെ കുറച്ച് പേര് മാത്രമേ മലയാളത്തിൽ മെയിൻസും അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവും കൊടുക്കാറുള്ളൂ. ഇനി നിങ്ങൾ അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സാമിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ ഡിവൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ നിർണായകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് വർഷമാണ് സിവിൽ സർവീസ് പരീക്ഷ അപ്പിയർ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത വർഷമാണ് സിവിൽ സർവീസ് പരീക്ഷ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. 2 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്ട്രാറ്റജി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ സ്ട്രാറ്റജി നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വെക്കാം. സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രമാണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ അറിവിനായിട്ടും കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയും കൂടുതൽ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.